നമസ്കാരം. ഇതിൽ പറയുന്നത് പുതുവർഷം 1201 കന്നിക്കൂറുകാർക്ക് ഉത്രം മുക്കാല് അത്തം ചിത്തിര 1-2 പാദക്കാർക്ക് എങ്ങനെ? ചെറിയൊരു വിവരണം. വർഷാരംഭം സാമ്പത്തികമായി നേട്ടവും ഉയർച്ചയൊക്കെ ഉണ്ടാവും. കർമ്മമേഖലകളിലൊക്കെ ശോഭിക്കാനൊക്കെ സാധിക്കും. പുതിയ കർമ്മമേഖലകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ദീർഘദൂര യാത്രകൾ ചെയ്യാനൊക്കെ യോഗങ്ങൾ കാണുന്നുണ്ട്. പുണ്യക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. പിന്നെ പൊതുവേ ഒരു അലച്ചിലും പ്രയാസങ്ങളൊക്കെ ഏറിയ ഒരു കാലവുമാണ്. ഈ കണ്ടകശനി ദോഷം ഉണ്ടല്ലോ, കുടുംബത്തിൽ നിന്നും മാറി താമസിക്കാനൊക്കെ നമുക്ക് യോഗം വരിക. പങ്കാളികളൊക്കെ ആയിട്ട് അഭിപ്രായ ഭിന്നതയ്ക്കൊക്കെ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം. മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പല പദ്ധതികൾക്കും തടസ്സങ്ങളൊക്കെ നേരിടുക, ധനനഷ്ടങ്ങളൊക്കെ വരിക, അതിനൊക്കെ നമുക്ക് മാന്ദ്യം അനുഭവപ്പെടാനൊക്കെ യോഗം കാണുന്നുണ്ട്. കണ്ണ്, മൂക്ക്, ചെവി, ഇതിനൊക്കെ അസുഖങ്ങൾ ചിലപ്പോൾ നമുക്ക് സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളെ വിട്ട് പിരിഞ്ഞിരിക്കാനുള്ളതായിട്ടുള്ള യോഗം കാണുന്നുണ്ട്. ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കണം എന്നാണ് പറയണത്. ഭാഗ്യാനുഭവങ്ങളൊക്കെ നിറച്ചുണ്ട്. ഇനി വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഈ മുടങ്ങിപ്പോയതൊക്കെ തിരിച്ച് വീണ്ടും വരാനുള്ള യോഗങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. ദൂരം പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുമെന്നാണ് പറയണത്. പരിഹാരകർമ്മങ്ങളായിട്ട് മഹാവിഷ്ണുവിൽ പായസത്തിന് കൊടുക്കുക, ശാസ്താപ്രീതി വരുത്തുക, ഭഗവതിക്ക് നെയ്യും വിളക്കും അർച്ചനയൊക്കെ നടത്തിയിട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് വരിക. ഈശ്വരാധീനം ആദ്യം നമുക്ക് നേടുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും.